എന്തോന്നാടാ ഇത്? പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ടത്തിരിഞ്ഞോളോ നിർബന്ധം അല്ലേ? ചുണ്ടത്തിരിക്കണം നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിലെ ചുമര് ഞാൻ ശരിയാക്കില്ലേ. ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ഇതിന് ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ, അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ്. ഉദാഹരണത്തിന് മതി നീന്റെ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാചകടിച്ചത്? ഞാൻ നിർത്തി. ഞാനും നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാചകടി. മീനാക്ഷി, എന്തോ നിന്നെ അല്ലടാ, എനിക്ക് തോന്നി. മീനാക്ഷി, എന്താ അമ്മമ്മേ? നീ ആ വട്ടച്ചെമ്മീൻ എടുത്തേ, പുറത്തെ തൊഴുത്തിലിരിപ്പുണ്ട്. ആ, ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കാൻ പറ്റിയ സമയം. അമ്മമ്മ ഇതാ ചെമ്പ്. നീ അവിടെ എന്ത് നോക്കിക്കാ? എന്ത് നടുവന്ന് നിർത്തിയതാ? ഓ, നടുകൊണ്ടാ നിന്റെ പണിയല്ലേ? എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ. പുലിവാലായോ? എന്താ ചങ്കര? ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ. അയ്യോ, ഇത് മുഴുവൻ പശുവിന് വേണ്ടി ഒഴിച്ചൂലോ. നിനക്ക് ചായ മതിയോ? അല്ല, ഈ സമയത്ത് ഞാൻ കഞ്ഞോളം കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ, അതാ നല്ലത്. ഇനി ഇപ്പൊ ഈ അരി തളക്കട്ടെ. നീ എന്താടാ കഞ്ഞിവെള്ളത്തിൽ മുങ്ങി തപ്പുന്നത്? അതെ, ഞാൻ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു. ബില്ല് പുല്ലല്ല, ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി. അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല. എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. എന്നാലേ നീ ഇങ്ങോട്ട് മാറി. വേണ്ട, ഞാൻ തപ്പിக்கலாம். ഏതായാലും എന്റെ കൈ നിറഞ്ഞു. ഇനി ഗോവിന്ദന്റെ കൈ ബില്ലെന്ന് ചോദിച്ചു നോക്കും മുത്തശ്ശ. അതന്നെ. വലിയ ബില്ല് എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീകേവിലോ? ശ്രീകോവിലെന്നാ ഉദ്ദേശിച്ചത്. ആരെ? എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പാനിലെ പാട്ട് വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയോടെ നിൽക്കുന്നുമില്ലേ? അത് മുഴുവൻ വായിച്ചനെ. മുളകത്തു ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടല ഒരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി പോയി പണിയെടുക്കടാ. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറലല്ലേ തൂറിയത്. എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ടൊരാള് താടിയൊക്കെ വെച്ചിട്ട്. അവൻ വല്ലതും തന്നോ? എന്ത്? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടല്ലെങ്കിൽ എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കിതൊന്നും ഇഷ്ടമല്ല. വൃത്തികെട്ട സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ.
നീ സമാധാനിക്ക്. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലെന്നേ. ആദ്യത്തെ ഈ മൂക്കിയിറ്റലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യെ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനി മാറാൻ. എടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ. നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. വല്ലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്. നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നോണേ പറയില്ലേ? അല്ല, സത്യാണ്. അത് ശങ്കരൻ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സൂക്കേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ. അത് പഠിപ്പും വിവരമില്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. ഓർക്കണം. ഒരൊറ്റയടി ഞാൻ വെച്ചേരൂട്ടോ, വെറുതെ ഓടുന്നു പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ വലിയൊരു കാര്യം പറിച്ചില്, വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ? അത് നമ്മൾ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. എടി, നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. പിടിക്കടാ. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴി നാളെ എപ്പോഴാ? രാവിലെ. നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞ ഒരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടായ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി മക്കളെ, ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി. പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? അവളെ ക്ലാസ് കഴിഞ്ഞ മണിക്കൂർ ഒന്നായി. അവൾ അവിടെ ഇരുന്ന് പഠിക്കേ. ശ്രീദേവി മോളെ. എന്താ മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കന്നിക്കേതുണ്ടായിരുന്നു, ഇപ്പൊ മാതി. ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പതാ. നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു. കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണ് കളിക്ക് വലിക്കുക. കുറ്റം പറഞ്ഞ് നടക്കുക. പോട്ടക്കണ്ണെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴയ്ക്ക.